ബഹുമാനപ്പെട്ട നാട്ടുകാരെ, നെന്മാറ പഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങാണ്. ബസ് സ്റ്റാൻഡ് ബിൽഡിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. എന്നാൽ കഴിഞ്ഞ 5 വർഷം മുമ്പ് പണിത പഞ്ചായത്തിൻ്റെ ബിൽഡിങ്ങിൽ രണ്ടാമത്തെ നിലയിൽ സംവിധാനത്തിൽ എഗ്രിമെൻറ്റ് വയ്ക്കാതെ പൈസ കെട്ടി റെസീറ്റ് കൊടുത്തിരിക്കുകയാണ്. എഗ്രിമെൻറ്റ് പഴയ ഭരണസമിതി CPMൻ്റെ ഭരണസമിതി എഗ്രിമെൻറ്റ് വയ്ക്കാതെ ഇവിടെ ഇത് ബിൽഡിംഗ് കടറൂം വാടകയ്ക്ക് കൊടുത്തിരിക്കുക. അത് ഇനിയും ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. കാരണം ഇപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്ത് നേരത്തെ 2015-ൽ 15 കോടി ഓൺ ഫണ്ട് ഉള്ള പഞ്ചായത്താണ് ഇത് നെന്മാറ പഞ്ചായത്ത്. ആ ഓൺ ഫണ്ടിനൊക്കെ എല്ലാം അതിൻ്റെ കൈക്കൂലി മേടിച്ചിട്ട് ഇത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ബസ് സ്റ്റാൻഡ് പണിയാൻ വേണ്ടി 15 കോടി ഓൺ ഫണ്ടിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഫണ്ടിനെ ഇല്ലാതാക്കുകയും പിന്നെ പഞ്ചായത്തിൻ്റെ നിത്യ നിർവഹണ ചെലവുകൾക്ക് കാശില്ലാതാകുകയും ചെയ്തിട്ടുണ്ട്. ഇത് കടറൂമുകളാണ്. ഈ കാണുന്നതൊക്കെ കടറൂമാണ്. ഇതെല്ലാം ജനങ്ങളൊന്ന് വീക്ഷിക്കണം. കാരണം ഇവിടെ പഞ്ചായത്തിൽ നേരത്തെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ 15 കോടി ഉണ്ടായിരുന്ന സ്ഥലത്ത് അത് എല്ലാം എടുത്ത് ചെലവ് ചെയ്ത് കമ്മീഷൻ പറ്റിയ ആളുകളാണ് CPMൻ്റെ ഭരണകർത്താക്കൾ. ഇവർ വല്ലങ്ങി വിത്തനശ്ശേരി ബാങ്കിൻ്റെ ഒരു മോർണിംഗ് ഈവനിങ് തുടങ്ങിയിട്ടുണ്ട്. അതും അവിടെയും ഇനിയിപ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കഷ്ടപ്പാട് ദുരിതമാണ് അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ജനങ്ങൾ എല്ലാം പ്രതികരിക്കണം എന്നാണ് പറയാനുള്ളത്. പഞ്ചായത്തിൽ ഉള്ള ഫണ്ടിനെ ഇല്ലാതാക്കുന്ന പരിപാടിയും നേരത്തെ കരുണാകരൻ കൊണ്ടുവന്ന ബസ് സ്റ്റാൻഡാണ്. അന്ന് നല്ലൊരു ബസ് സ്റ്റാൻഡായിരുന്നു. ഇതിനെ പൊളിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ഷീറ്റിട്ടത് കാരണം ഇവിടേക്ക് വാടകയ്ക്ക് പോകുന്നില്ല, സമയത്ത് പോകുന്നില്ല എന്നുള്ളത് പറയുന്നത്. ഷീറ്റിട്ടതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ എന്നാലും ഇതിൻ്റെ ഫണ്ടുകളൊക്കെ ദുർബലപ്പെടുത്തി ഫണ്ട് കൊണ്ടുവരുന്നത് കോൺഗ്രസ്, ഫണ്ടിനെ ഇല്ലാണ്ടാക്കുന്നത് CPM എന്നുള്ള പരിപാടിയാണ് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ R. ശങ്കരനാരായണൻ പ്രതിഷേധം അറിയിച്ചു.